Glory be to the Lord. നമ്മുടെ ഈ വർഷത്തെ അനുഗ്രഹീതമായ കൺവെൻഷന്റെ ഒന്നാം ദിനത്തെ ഓർത്ത് ഞാനും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. I too praise the Lord along with you, for the Lord has brought us to the first evening of the convention of this season. നമ്മുടെ യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കർത്താവ് വിശുദ്ധ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയും തന്റെ സന്നിധിയിൽ ഇരുന്ന നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Even on the first evening of this convention, the Lord is visited in our midst with the retinue and the host of his angels. The Lord has again showered his blessing upon us. The Lord blesses us abundantly for the marvelous grace of God. Once again, with a grateful heart, I thank him. സർവശക്തനായ നമ്മുടെ ദൈവത്തിന്റെ തേജോമയനായ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇതുവരെയും അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. The Lord has enabled us not to experience the marvelous presence of that omnipotence of God so far in our midst. പ്രത്യാശയുടെ പാട്ടുകൾ പാടി സന്തോഷിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകി. In furtherance, the Lord has granted the record grace in not to sing mellifluous songs and worship unto the Lord in the spirit of holiness. നമ്മുടെ വിശ്വാസത്തെയും ധൈര്യത്തെയും വർദ്ധിപ്പിക്കുന്നതായ അതേ അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. In furtherance, the Lord has given opportunity to listen to a testimony enriched with beautiful experiences whereby we are reassured and motivated in the spirit. അതെ, ഇതുവരെയും നാം നമ്മുടെ ദൈവത്തിന്റെ മഹൽ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. So far, we have been experiencing the marvelous presence of our God in our midst. നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. Heaven is indeed open for us. സ്വർഗത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും തന്റെ ജനത്തിന്റെ മേൽ ഇതാ ദൈവം പകർന്നുകൊണ്ടേയിരിക്കുന്നു. Behold, the Lord is showering upon his people blessings and graces by opening his heaven. തുടർന്നും നാം ദൈവത്തിന്റെ കൃപകൾ പ്രാപിച്ച് അനുഗ്രഹീതരായി തീരുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു. In furtherance, we must experience gifts and graces of the Lord, for which the Lord is delighted in our life. സംഭവ ബഹുലമായ ഒരു വർഷം നമ്മെ പിന്നിട്ടു. An eventful year passed away. എന്തെല്ലാം സംഭവങ്ങൾ നാം കണ്ടു, കേട്ടു, അറിഞ്ഞു, എങ്കിലും എല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. We encountered, we came across, we heard, we witnessed plenty of unfortunate and disastrous events. However, the Lord has protected us very safely. ഒരു വിശ്വാസത്താൽ അനുഗ്രഹീതമായ 2020 ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. By faith and grace, the Lord has gifted us a blessed new year 2020. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ വർഷത്തിന്റെ ദിവസങ്ങൾ അത് എന്തിനു വേണ്ടിയാകുന്നു? All the days the Lord has granted us as a gift. What is the purpose behind granting the same? എത്രയും വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങുവാൻ നമുക്കെല്ലാം ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. May the Almighty God be gracious in order to get prepared for the glorious advent of the Lord, that we might meet him. ലോകത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല സംഭവങ്ങളും നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. When I focus attention to different quarters of the world, even our own state, we notice all the events that we hear proclaim the soon coming of the Lord. ആകയാൽ ഈ വർഷത്തെ ഈ കൺവെൻഷൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കൺവെൻഷൻ ആയിരിക്കാം. Peradventure, the current convention that we are attending might be the last convention in the journey of our life. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ വർഷത്തിൽ തന്നെ വെളിപ്പെടും എന്ന് ഞാനും വിശ്വസിക്കുന്നു. I do believe our Lord Jesus Christ, our Savior, shall appear in this year itself. ആകയാൽ ഈ കൺവെൻഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടേണ്ടതിന് മാത്രമായിരിക്കട്ടെ.
Therefore, exclusively, we have to utilize this convention in order to get ourselves prepared to meet the Lord who is going to appear soon. തിരുവചന ധ്യാനത്തിനായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യം വായിക്കാം. Let's mark the book of Jeremiah, read chapter 2, verse 32 for the meditation of tonight. Forget ornaments or a bride attire, yet my people have forgotten me days without number. ഒരു കന്യക തന്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ? എന്നാൽ എന്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Let all glory to the most holy name of God. ദൈവത്തെ മറന്നു കളഞ്ഞ ദൈവത്തിന്റെ ജനത്തോട് ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം തന്റെ ജനത്തെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. Just now, we have heard a perusal of portion of scripture in which the Almighty God through prophet Jeremiah is dealing with the people that had forgotten the Creator God. ഇസ്രായേലിന്റെ മധ്യേ അവരുടെ ഇടയിലുള്ള ഒരു സമ്പ്രദായത്തെ എടുത്ത് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരുടെ കുറ്റത്തെ ഓർപ്പിക്കുന്നു. The Holy Spirit highlights an observance that had been in the midst of the people of Israel, whereby the Spirit of God is admonishing them. ഒരു കന്യക തന്റെ ആഭരണങ്ങൾ മറക്കുമോ? Can a mother forget her ornaments? ഒരു മണവാട്ടി തന്റെ കച്ച തന്റെ വസ്ത്രവും മറക്കുമോ? Or can a bride forget her attire? ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങളെ കാണിക്കുന്നു. In this passage, we come across two personalities. ദൈവ കൃപയിൽ ആശ്രയിച്ച് ഈ വചനങ്ങൾ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ആത്മീക വീക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Trusting in the grace of God, in the New Testament observation, I would like to highlight a few truths from this passage. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഒരു വ്യക്തിത്വമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. These two personalities, I would like to club into one and outline the importance. കന്യകയായ മണവാട്ടി, A virgin who is a bride. ഇത് പുതിയ നിയമ സഭയെയും മണവാളനായ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന തന്റെ സഭയെ കാണിക്കുന്നു. This speaks about the New Testament church, the church that is to be prepared as a maid, as a bride for Lord Jesus Christ. അക്ഷരീയമായി നാം ചിന്തിക്കുമ്പോൾ When we interpret in the literal angle, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് ഈ പുരുഷൻ സ്ത്രീക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുക്കണമായിരുന്നു. in the midst of Israel, there had been a custom. If a man wants to marry a girl, he had to offer attires and ornaments. ഇപ്പോഴും ആ സമ്പ്രദായം നിലവിൽ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know whether the present custom has been prevalent among Israel even today. മാത്രമല്ല, വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് പാർക്കുവാനായിട്ട് ഒരു വീടും ആ പുരുഷൻ ഒരുക്കണമായിരുന്നു. In furtherance, once the marriage is solemnized, in order to dwell together, that a bridegroom was expected to make a house. താൻ അധ്വാനിച്ച് ഒരു വീട് ഉണ്ടാക്കിയ ശേഷം തൻ്റെ അധ്വാനത്തിന്റെ ഫലമായി പൊന്നാഭരണങ്ങളും മറ്റ് വിലയേറിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഈ സ്ത്രീക്ക് കൊടുത്ത് അവളെ വിവാഹം ചെയ്ത് താൻ ഉണ്ടാക്കിയ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. Primarily, he must labor hard. With the fruit of the labor, he must build a house. Thereafter, again with the same fruit of the labor, he must buy ornaments, attires. Same thing must be offered to that girl. He must marry her again. She must be brought back to the house that he had built, and thereby they must continue living together. ഇത് ഒരു ആത്മിക സത്യത്തെ വെളിപ്പെടുത്തുന്നു. This heralds a spiritual truth. അതിന് നിഴലായും ഉദാഹരണമായും ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. As a shadow and illustration, we come across another event in the book of Genesis. ഉൽപ്പത്തി പുസ്തകം 24-53 വാക്യം വായിക്കാം. Book of Genesis chapter 24, let's read verse number 53. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും
ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇവിടെ ഒരു പുരുഷൻ അഥവാ താൻ തനിക്ക് വേണ്ടിയല്ല, തൻ്റെ യജമാനന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തുവാൻ യാത്രയായി. In this passage we understand, and here is a servant, a man not for himself, rather he wants to find a girl, a bride for his master. ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച അബ്രഹാമിന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യമാകുന്നു. So this is an event that took place in the life of Abraham, who believed God, who obeyed God, who feared God, who followed the ways of God and loved God. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തുന്നതിനായിട്ട് തന്റെ ദാസനായ എലിയാസാരിനെ അയക്കുന്നു. In connection with the process of finding a suitable mate for his son Isaac, he sent his servant Eliezer. ഈ എലിയാസാർ തന്റെ യജമാനന്റെ ദേശത്തേക്ക് യാത്രയായി. The servant set out his journey to the native land of his master. തന്റെ യാത്ര വേളയിൽ തന്റെ യജമാനന് തക്ക ഒരു ഭാര്യ ആയി തീരേണ്ടതിന് ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു. During the course of his journey, in order to find a suitable mate for his master's son, he finds a damsel there. അവളോട് കുശല പ്രശ്നം നടത്തുന്നു. പല കാര്യങ്ങൾ അവളോട് സംസാരിക്കുന്നു, അവളോട് ചോദിക്കുന്നു. അവൾ അതിന് സമ്മതം മൂളുന്നു, അവൾ അതിനെ അനുസരിക്കുന്നു. He engages in tete-a-tete with her. He just deals with her. He's inquiring about her personal dealings, and she is just finally giving that a vow. സംഭവങ്ങൾ വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. As this episode is known to all of us, I'm not willing to move to the details of the same. തന്റെ യജമാനനായ ഇസ്ഹാക്കിനെ അവൾ സ്നേഹിക്കുന്നുവെന്നും തനിക്ക് ഭാര്യയായി തീരുവാൻ അവൾക്ക് ആഗ്രഹവും സമ്മതവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഈ എലിയാസാർ, This Eliezer, the servant, who came to understand that this damsel is much prepared to be the bride, the wife of his master's son. വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും കൂടെ ചില വസ്ത്രങ്ങളും അവൾക്ക് കൊടുത്ത് അവൾ അത് ധരിക്കുന്നു. He offers her silver ornaments, golden jewels, precious attires, and she puts them on. ഇപ്രകാരം ഈ വസ്ത്രങ്ങളും ഈ ആഭരണങ്ങളും ധരിച്ച് തന്നെ അലങ്കരിച്ച് ഈ എലിയാസാറിനോട് കൂടെ അവൾ പുറപ്പെട്ട് പോകുന്നു. Having put on all these ornaments, jewels, and precious garments, she is getting ready and accompanying the servant Eliezer. വെളിമ്പ്രദേശത്ത് ധ്യാനിപ്പാനായി കടന്നു വന്ന ഇസ്ഹാക്ക് ഇതാ ദൂരത്തു നിന്ന് റിബേക്കയെ കാണുന്നു. അവൻ അവളെയും അവൾ അവനെയും കാണുന്നു. രണ്ടുപേർക്കും വളരെ ഇഷ്ടമായി ഇസ്ഹാക്ക് അവളെ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. Interestingly, Isaac, who had come out on the open land in order to meditate, he just sees this servant Eliezer having been accompanied by that damsel. Beholds, he notices her. In turn, she has a look at him. Both are well pleased, and here in this context, he considers, accepts her as his wife. നമ്മിൽ പലർക്കും വെളിപ്പെട്ടിരിക്കുന്നതും ചിലർക്ക് മറഞ്ഞു കിടക്കുന്നതുമായ ഒരു വലിയ സത്യം ഈ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. From this word of God, we come to comprehend a precious truth which is hidden, which is understood, which is understandable to many, but hidden to many. അബ്രഹാം പിതാവായ ദൈവത്തിനും ഇസ്ഹാക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും നിഴലായി നമുക്ക് ചിന്തിക്കാം. Abraham typifies our heavenly Father. Isaac represents his son Lord Jesus Christ, our Savior. അബ്രഹാമിന്റെ ദാസനും അതേസമയം തന്റെ സകല സമ്പത്തിനും അധികാരിയുമായ എലിയാസാർ പരിശുദ്ധാത്മാവിന് നിഴലും റിബേക്ക ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് നിഴലായും നമുക്ക് പഠിക്കാം. Abraham's servant Eliezer, the steward of all the treasures of Abraham, he's a type into the Holy Ghost. Rebecca represents the bride of Christ. ഈ ഒരു വലിയ സത്യമാണ് ദൈവസഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.
Today, this great truth is being realized in the church of God. പരിശുദ്ധാത്മാവ് അത് സഭയെ ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയായി ഒരുക്കി. അത് അപ്രകാരം ക്രിസ്തുവിനോടുകൂടെ ഈ മണവാട്ടി ചേർക്കപ്പെടുവാൻ പോകുന്നു. The Holy Spirit of God is preparing the church as a suitable mate, suitable bride unto Lord Jesus Christ. Very soon that is going to be materialized. ഇവിടെ എലിയാസാർ കൊടുക്കുന്ന വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നമുക്ക് പുറകാലെ ചിന്തിക്കാം. The golden ornaments, the silver jewels, precious letters offered by Eleazar, we shall interpret the meaning after a short while. ഒരു കന്യക മണവാട്ടിയായി തീരുന്നതിന് അവൾക്ക് ചില പ്രത്യേക ആഭരണങ്ങളും വസ്ത്രങ്ങളും ആവശ്യമായിരിക്കുന്നു. A virgin, in order to be a suitable bride, she needs to put on special attire, precious ornaments, silver and gold. ഇതെല്ലാം ഈ മണവാട്ടിയെ, ഈ കന്യകയെ അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. All these things are exclusively meant to decorate, adorn this bride. എന്നാൽ ദൈവം തന്റെ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് ബാഹ്യമായ അലങ്കാരങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. As God does now his church, he is not delighted in the material outward physical decoration. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. In this congregation, at least some members might develop a doubt. ആഭരണങ്ങൾ ധരിക്കാത്ത ഈ പെന്തക്കോസ്തുകാര് എന്തിനാണ് ഈ ആഭരണങ്ങളെയും മറ്റു ആഭരണങ്ങളെ കുറിച്ചൊക്കെ എന്തിനാ പ്രസംഗിക്കുന്നത് എന്ന്. These Pentecostal people who normally usually do not put on ornaments, why do these people preach about these ornaments? പ്രിയമുള്ളവരെ, ഞങ്ങൾ ബാഹ്യമായ ആഭരണങ്ങളെ കുറിച്ചല്ല, ഈ ആഭരണങ്ങൾ പ്രത്യേകമായ ചില ആത്മിക അനുഭവങ്ങളെ കാണിക്കുന്നു. അതേക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. Beloved people of God, the ornaments mentioned here do not speak about any ornament that physically we put on, rather that speaks about precious stones which we would like to highlight. അതേസമയം ബാഹ്യമായ അലങ്കാരത്തിന് വേണ്ടി ആഭരണങ്ങൾ ധരിക്കുന്ന ആരെയും ഞങ്ങൾ വിമർശിക്കുകയോ കുറ്റം വിധിക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ വെളിപ്പാട് പോലെ അവർ ചെയ്തു കൊള്ളട്ടെ. Meanwhile, we do not find fault with, we do not criticize, we do not mock at anybody who puts on physical ornaments. According to the revelation, you can just handle the same. എന്നാൽ ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ധരിക്കുന്നില്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയട്ടെ. However, in brief terms, I would like to present before you the reason with which we do not put on these ornaments. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുകയും ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്ത ദൈവം നമുക്കെല്ലാം നമുക്ക് വേണ്ടതായ സൗന്ദര്യം, ആരോഗ്യവും എല്ലാം തരുന്നുണ്ട്. The very God who created us, as we were conceived in the womb of the mother, as we came out of the womb and we met this world, the Lord has gifted everything required for us: health, healing, beauty, and all of the requirements. അതിനേക്കാൾ കവിഞ്ഞ ഒരു സൗന്ദര്യം, അലങ്കാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവമോ ബാഹ്യമായ അലങ്കാരങ്ങളിൽ പ്രസാദിക്കുന്നതുമില്ല. We do not expect or desire a beauty that is exceeding this one. And interestingly, God is not delighted in that physical decoration. രണ്ടാമത്, ക്രിസ്തുവിന്റെ സഭ തന്റെ മണവാട്ടിയെ ചെന്ന് നിത്യതയിൽ പാർക്കുവാൻ പോകുന്ന ആ പട്ടണം, ആ വീട് എങ്ങനെ നിർമ്മിതമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? Secondly, the church of God, the bride that is prepared for Lord Jesus Christ in eternity, the abode that it is going to inherit, you know what is the material with which it is constructed? വിലയേറിയ തങ്കം കൊണ്ടും ഏറ്റവും വിലയേറിയ മുത്തുകൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും നിർമ്മിതമായിരിക്കുന്ന പുതിയ യെരൂശലേം ആകുന്നു ഞങ്ങളുടെ അഥവാ നമ്മുടെ പ്രത്യാശയുടെ പാർപ്പിടം. The eternal mansion of our hope is New Jerusalem that's made with rubies, pearls, and precious stones. അതിന്റെ വില നമുക്ക് മതിക്കുവാൻ സാധിക്കുന്നതല്ല. The value cannot be calculated with the human calculation. ആകയാൽ ഈ ഭൂമിയിൽ വിലയേറിയ ആഭരണങ്ങളോ മറ്റോ അലങ്കാരത്തിന് വേണ്ടി ധരിക്കുന്നതിനേക്കാൾ നിത്യതയിലെ ആ പാർപ്പിടം, നിർമ്മിതമായിരിക്കുന്ന ആ പാർപ്പിടത്തിൽ ചെന്ന് സന്തോഷത്തോടുകൂടെ വസിച്ച്
Therefore, it is better to enter that everlasting kingdom the Lord is preparing with all his beauty and elegance than just putting on these perishable ornaments in this world. അതെ, അപ്രകാരം ആഗ്രഹിക്കുന്ന സന്തോഷത്തോടുകൂടെ ആഗ്രഹിക്കുന്ന ദൈവജനം ഒരു ഹല്ലേലൂയ ഒന്ന് മുഴക്കിക്കാട്ടെ. സ്തോത്രം. Praise be to the Lord. ഇനിയും ക്രിസ്തുവിന്റെ മണവാട്ടിയായി അലങ്കരിക്കപ്പെട്ട് ഒരുക്കപ്പെടുവാൻ ഒരു കന്യകയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആഭരണങ്ങൾ അഥവാ ആത്മിക അനുഭവങ്ങൾ, ആ ആഭരണങ്ങൾ എന്താകുന്നുവെന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to highlight a few things which must be the beautiful attires, ornaments of the bride to be prepared for the coming of Lord Jesus Christ, whereupon I would like to wind up my message. അലങ്കരിക്കപ്പെട്ട ഒരു മണവാട്ടിയായി തീരേണ്ടുന്ന ഒരു കന്യക, A virgin who is to be adorned as a bride, അവൾക്ക് ധരിക്കുവാൻ ലഭിക്കുന്ന, അവൾ ധരിക്കേണ്ടുന്ന ചില ആഭരണങ്ങൾ. there are certain ornaments that she has to put on. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ആഭരണങ്ങൾ ബാഹ്യമായതല്ല, അത് ചില ആത്മീക അനുഭവങ്ങൾ ആകുന്നു. I already reminded you, these ornaments do not speak about physical ornaments, rather they speak about spiritual truths. ആത്മീക ആഭരണങ്ങളും ആത്മീക വസ്ത്രങ്ങളുമുണ്ട്. ആ വസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ അധികമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. There are spiritual garments, meanwhile there are spiritual ornaments. I'm not willing to touch the subject of spiritual garments now. അതിന് മുൻപ് അതെ, ഒരു കന്യക അക്ഷരികമായും ആത്മികമായും ഒരു കന്യകയുടെ ലക്ഷണം, പ്രത്യേകത എന്താകുന്നു എന്നുകൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. Before that, I would like to present before you what are the symptoms of signs, spiritually as well as materially, of a bride. അക്ഷരികമായി ഒരു കന്യക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അഥവാ ഒരു സ്ത്രീ. Literally speaking, a bride, a girl who attains the age of maturity. ആത്മികമായി നാം അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുന്ന ഒരു കന്യക, ആത്മീക കന്യക അല്ലെങ്കിൽ ഒരു മണവാട്ടി. When we interpret the spiritual angle, the spiritual bride who attains a stature or the measure or the fullness of Christ. രണ്ടാമത് ഒരു കന്യക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പുരുഷനെ അറിയാത്തവൾ അഥവാ ഒരു പുരുഷൻ തൊടാത്തവൾ ആണ്. In the second context, a virgin is one who is not touched by a man beforehand. അതെ, അവൾക്ക് ഒരേ ഒരു പുരുഷൻ, അത് തികഞ്ഞ പുരുഷനും മണവാളനുമായ കർത്താവായ യേശു ക്രിസ്തു. She has got only one man, that is the perfect man, that is Lord Jesus Christ, the spiritual bridegroom. ആ പുരുഷനുമായി ഈ കന്യക വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുന്നു. This damsel gets into that espousal with that bridegroom. അവൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഈ തികഞ്ഞ പുരുഷനായ ഈ മണവാളൻ മാത്രമായിരിക്കും അവിടെ ഹൃദയത്തിലും മനസ്സിലുമുള്ളത്. Once she enters into that pact of espousal, thereafter in her body, soul and spirit and the curves of imagination, this husband alone shall be there. മറ്റൊരു പുരുഷനെ കാണുവാനോ അവനെ തൊടുവാനോ അവൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല, അത് ചെയ്യുകയുമില്ല. She is not concerned about, she is not thinking about, she is not delighted in thinking or willing to see another man. ഈ ആത്മിക കന്യകയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, നിർമ്മല കന്യക. This spiritual bride has got another name. The name is chaste virgin. ഈ നിർമ്മല കന്യകയുടെ വിശേഷത എന്താണ്? What's the speciality of this chaste virgin? അവൾക്ക് ലഭിക്കുന്ന ആഭരണങ്ങളാൽ അവൾ അലങ്കരിക്കപ്പെടണം, എന്നാൽ അതിനും അതോടുകൂടെ മറ്റൊരു അലങ്കാര വസ്തു കൂടെയുണ്ട്. She must be attired with the special ornaments. Meanwhile, there is another fact with which she must be decked. ആ അലങ്കാരത്തിന്റെ പേര് വിശുദ്ധി എന്നാണ്. That ornament is holiness. അതെ, ഈ അശുദ്ധ ലോകത്തിൽ, ദുഷ്ട ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന അനുഭവം. There's an experience of accomplishing a holy life in this defiled and unholy world. വിശുദ്ധ അലങ്കാരമെന്നും വിശുദ്ധ വസ്ത്രാലങ്കാരമെന്നും ഒക്കെ നാം വായിക്കുന്നുണ്ട്.
We come across in the scripture about the beauty of holiness and the beauty of garment. അതെ, വീണ്ടും കന്യകയ്ക്ക് പ്രത്യേകതകൾ ഉണ്ട്. Again, when we analyze another speciality of this virgin, അക്ഷരികമായി തന്നെ ഒരു വിശിഷ്ടയായ ഒരു കന്യക, അവൾ വിവാഹം കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് അവൾ തന്റെ ഭർത്താവിനുള്ളത് ലോകത്തിനുള്ളത് അവൾ ചിന്തിക്കുകയാണ്. literally speaking, she is a virgin. As she enters into the matrimonial life, thereafter she is always concerned about pleasing her husband alone. ഒരു കന്യക എന്ന് പറയുമ്പോൾ അവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെടാത്തവളോ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവളോ അക്ഷരികമായി ആയിരിക്കണം. In the literal angle, a virgin, that is one who is either espoused or not espoused. എന്നാൽ ആത്മിക ആഭരണങ്ങളെ ധരിച്ച് തന്നെ അലങ്കരിക്കുന്ന ഈ കന്യക ഒരു നിർമ്മല കന്യകയായി തീരുന്നു. മാത്രമല്ല അവൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവളുമാകുന്നു. This virgin who puts on special garments, special ornaments, and she becomes a chaste virgin, and thereafter she is always delighted in serving and pleasing her husband. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് സഭയ്ക്ക് അതെ ഈ വിഷയത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ചും മറ്റും ആലോചന കൊടുക്കുമ്പോൾ Apostle Paul, as she gives pieces of advice to the church in connection with matrimonial life, അതിൽ പ്രധാനമായി ഒരു വചനം മാത്രം 1 കൊരിന്ത്യർ 7:34 വായിക്കാം. importantly only one thing, 1 Corinthians chapter 7 verse 31. There is a difference also between a wife and a virgin. The unmarried woman careth for the things of the Lord, that she may be holy both in body and in spirit. But she that is married careth for the things of the world, how she may please her husband. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിയാത്തവൾ അത് ആത്മീക കന്യക നിശ്ചയം കർത്താവായ യേശുക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയായി തീർന്നവൾ. The unmarried, the chaste virgin, and who has come to the espousal with the Lord Jesus Christ to be the bride. അവളുടെ ജീവിതകാലം മുഴുവനും ഈ മണവാളനായ ക്രിസ്തുവിനോട് ചേരുന്നത് വരെയും അവൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കണം. Throughout the days of her life, till she marries this bridegroom, what kind of life that she has to maintain? ആ വാക്യം വീണ്ടും വായിക്കാം. Let's read again. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിയാത്തവൾ എന്നോട് വായിക്കാൻ. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. മതി. വിവാഹം കഴിയാത്തവൾ അതേസമയം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ ആത്മീക കന്യക അല്ലെങ്കിൽ പുതിയ നിയമസഭ. The unmarried woman, meanwhile, she entered into a espousal that speaks about the spiritual New Testament church. അവൾ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ഉയരത്തിലുള്ളത് സ്വർഗത്തിലുള്ളത് കർത്താവിനുള്ളത് മാത്രം ചിന്തിക്കുന്നു. She is always concerned about the things with which she can please her husband. She is setting her affection above. She is seeking things above. ഇന്ന് ആത്മീകമായി കർത്താവായ യേശുക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ വിവാഹ ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ. Spiritually speaking, we must believe that espousal with my spiritual bridegroom, Lord Jesus Christ, has already been sealed. The day of my matrimony is fast approaching. Should be our faith and hope. ഈ ലോകത്തിലെ ബന്ധമെല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ബന്ധം കർത്താവായ യേശുക്രിസ്തുവുമായി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ. All the fellowships, relationships of this world shall come to an end with our death. But even after death, there's a fellowship that is continuing ever and ever with the Lord Jesus Christ. എത്രയും വേഗത്തിൽ ഈ മണവാളനായ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ. Many people of God have got the rampant desire to join Lord Jesus Christ, the spiritual bridegroom. അതെ, ശുശ്രൂഷകരും ദൈവമക്കളും ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം. Praise be to the Lord. ഇത് ബാഹ്യമായ അല്ല അക്ഷരികമായ കന്യകയുടെയും ആത്മീക കന്യകയുടെയും പ്രത്യേകതകളാണ്. So these are the differences and specialities of the physical as well as spiritual virgins. ഇതാ നമ്മെ ഈ ശ്രേഷ്ഠമായ ഭാഗ്യത്തിലേക്കും അനുഭവത്തിലേക്കും ഈ കന്യക നിർമ്മല കന്യകയുടെ അനുഭവത്തിലേക്കും ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has brought us and that is special experience of that virgin, particularly chaste virgin. Therefore once again I thank the Lord. എന്നാൽ ഈ മണവാളന് അനുരൂപയായ ഒരു മണവാട്ടിയായി തന്റെ വിശുദ്ധ സഭ തീരണമെങ്കിൽ അവളെ തന്നെ അലങ്കരിക്കുന്ന ആഭരണങ്ങൾ ചുരുക്കമായി ഞാൻ പ്രസ്താവിക്കട്ടെ. The holy church is to become the suitable bride unto that master. She has to put on a few more ornaments. I would like to highlight the same. ധരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ആഭരണം അനുഭവം യെശയ്യാവ് 61:10 നാം വായിക്കുന്നു. Coming to the book of Isaiah, chapter 61, the 10th verse, we come across the two experiences that she has to put on. വായിക്കാം. I will greatly rejoice in the Lord. My soul shall be joyful in my God. For he hath clothed me with the garments of salvation. He hath covered me with the robe of righteousness. As a bridegroom decketh himself with ornaments, and as a bride adorneth herself with her jewels. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. അതെല്ലാം വായിക്കണ്ട. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഇതാ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും. In this passage we understand as a bride decks herself with ornaments. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. He has clothed me with the garments of salvation. He hath covered me with the robe of righteousness. ഒരു കന്യക തന്റെ ആഭരണങ്ങൾ മറക്കുമോ? A virgin, shall she forget her ornaments? ഇതാ ഈ കന്യകയ്ക്ക് ധരിക്കുവാനായി രണ്ട് ആഭരണങ്ങൾ കർത്താവ് നൽകുകയാണ്. Behold, the Lord is gifted two ornaments for the virgin to put on. അവിടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാലും അവിടെ ആ വസ്ത്രങ്ങളെ ആഭരണങ്ങളോട് അത് തുല്യപ്പെടുത്തിയിരിക്കുന്നു. Although the term garments is there, those garments are compared to ornaments. അത് ഒന്നാമത്തേത് രക്ഷാവസ്ത്രമാകുന്നു. The first one is the garment of salvation. എന്താണ് ഈ രക്ഷാവസ്ത്രം എന്ന് പറയുന്നത്? What is meant by this garment of salvation? നമുക്ക് ലഭിക്കുന്ന ഈ രക്ഷാവസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? What's the speciality of this garment of salvation which the Lord grants us? ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ അനുഭവം, അത് സ്വർഗീയമായ സന്തോഷത്തെ ആണ് അത് കാണിക്കുന്നത്. When a person gets saved, the spiritual joy, the joy of salvation, the spiritual experience that he undergoes speaks about this garment. ഈ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച ഒരു വ്യക്തി തന്റെ മരണം വരെയും ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്താതെ മറക്കാതെ സൂക്ഷിക്കണം. A person who has tasted this joy of salvation till his last breath, till his fragment in this world, he must cherish the same. He must never give up. ഈ രക്ഷാവസ്ത്രത്തെ ഒന്നുകൂടെ പറഞ്ഞാൽ, In order to reiterate, this is garment of salvation. ആദാമ്യ പാപത്താൽ നഗ്നരും ലജ്ജിതരുമായ മാനവരാശിക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം തന്റെ യാഗത്താലും തന്റെ മരണത്താലും നമുക്ക് ലഭിക്കുന്ന മാന്യതയുടെ വസ്ത്രമാണിത്. Very mankind that can become naked and nude because of the commission of Adamic sin. It is by the death of Lord Jesus Christ on the cross of Calvary we get this salvation. That is our garment. നമുക്കറിയാം, പാപം ചെയ്ത മനുഷ്യനും സ്ത്രീയും ഇതാ അവർ തേജസ് നഷ്ടപ്പെട്ട് അവർ നഗ്നരെന്ന് അറിഞ്ഞു. ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ അവർ ലജ്ജിതരായി തീരുന്നു. We know the very man and the woman who had committed sin, alas, they were not able to stand before the presence of their glorious God, for they had become naked. Now they are put to shame. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ചതിനാൽ ഇതാ അവന്റെ രക്തത്താൽ അവന്റെ കാൽവരി യാഗത്താൽ അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നു. However,
our Lord Jesus Christ died on the cross at Calvary, He shackled His blood there. Whomsoever believes on the death of the Lord Jesus Christ there will be able to find this salvation. He can put on this garment of salvation. ഈ യോഗത്തിന് സംബന്ധിക്കുന്നതായ അതെ പ്രിയപ്പെട്ടവരോട് പന്തലിന് അകത്തും പുറത്തും നിൽക്കുന്നവരിൽ അതെ ഈ രക്ഷയുടെ അനുഭവം ഈ രക്ഷാവസ്ത്രം ലഭിക്കാത്ത ആരെങ്കിലും ഇവിടെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? Beloved members of this congregation, if anybody is listening to voice, standing here and keeping outside, if you're listening to a voice tonight, ഇന്ന് നിന്റെ ഹൃദയം അതെ നിനക്ക് വേണ്ടിയും അതെ സകല മനുഷ്യവർഗത്തിന് വേണ്ടിയും പാപത്തെയും വഹിച്ചുകൊണ്ട് ശാപത്തെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ച യേശുവിനെ നീ കണ്ടിട്ടുണ്ടോ? if you haven't received this garment of salvation, have you had the vision of Lord Jesus Christ bearing your sin, bearing your curses, who died on your behalf? സന്തോഷവും സമാധാനവും ഇല്ലാതെ നീ ഇപ്പോൾ ഈ ലോകത്തിൽ ദുഷ്ടലോകത്തിൽ ജീവിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണോ? Without joy and peace, are you going astray in this world that is full of disaster and peacelessness? നീ ഒരു പാപിയായി ഒരു ദുഷ്ട മനുഷ്യനായി ദുഷ്ടപ്രവൃത്തികളോടുകൂടി ജീവിച്ച് നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നുണ്ടോ? നീ മുഖാന്തരം നിന്റെ കുടുംബവും നശിച്ചുകൊണ്ടിരിക്കുകയാണോ? Are you pushing forward as a sinner, as a wicked person who is enslaved to the clutches of sin? Are you destroying yourself or destroying your family even today? ഇന്ന് നിന്റെ ഹൃദയം നിന്റെ കർത്താവിന് വേണ്ടി കൊടുത്ത് നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനായി ജീവിക്കുവാൻ നീ തീരുമാനിക്കുക. If that brings you tonight, open your heart, make up your mind to offer your heart to the Lord Jesus Christ and make a decision to return and lead a sinless life. ഞങ്ങൾ വിശ്വാസത്താൽ പ്രാപിച്ചതുപോലെ നിനക്കും ഇന്ന് വിശ്വസിച്ചാൽ ഏറ്റുപറഞ്ഞാൽ ഇതാ ഈ രക്ഷാ വസ്ത്രം എന്ന ആഭരണം നിനക്കും ലഭിക്കും, നിശ്ചയമാകുന്നു. As we have received from the Lord by your faith, this garment of salvation, this special ornament can be yours tonight too. ആഭരണശാല അത് ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ സഭയാണ്. ഇവിടെ ഈ സഭയിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് അതെ നിനക്ക് അതെ പണം കൊടുക്കാതെ ലഭിക്കുന്ന ഈ രക്ഷാ വസ്ത്രമെന്ന ആഭരണം, വിലയേറിയ ആഭരണം നീ വാങ്ങി ധരിച്ചുകൊണ്ട് നീ മടങ്ങിപ്പോക. This meeting has been specially organized for you. After attending this meeting, please do not fail to put on this garment. The Lord is granting this freely. Put on this garment of salvation. Go home full of joy. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Getting saved, if anybody in this congregation fails to understand അതെ, this, അവൻ മനസാന്തരപ്പെടുക എന്ന് പറയുന്നു, repent, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നു, be born again, പുതുതായി ജനിക്കുക എന്ന് പറയുന്നു, and get regenerated, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നു, be saved. ദൈവത്തിന്റെ പൈതലായി തീരുക എന്നെല്ലാം ഇതിനെ കുറിച്ച് പറയുന്നു. It is mentioned that you must be the child of God. കർത്താവായ യേശുക്രിസ്തുവിൽ നീ ഇന്ന് വിശ്വസിക്കുക. ഇന്ന് നീയും നിന്റെ കുടുംബവും അങ്ങനെ രക്ഷ പ്രാപിക്കും. Tonight, if you believe on Lord Jesus Christ, you and your family shall be saved. രണ്ടാമത് ലഭിക്കുന്ന ആഭരണമാണ് നീതിയിൻ അങ്കി. The second ornament is the robe of righteousness. ഇതൊക്കെ വിശദീകരിക്കുവാൻ ധാരാളമുണ്ട്. എത്രയും ചുരുക്കമായി ഞാൻ ഓർപ്പിച്ചേ പോകുകയാണ്. This needs to have plenty of interpretation. I would like to sum up and go. രക്ഷാവസ്ത്രം ലഭിച്ച ആഭരണം ധരിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അടുത്ത ആഭരണമാണ് നീതിയിൻ അങ്കി എന്നത്. A person who has to put on this garment of salvation, that is the first ornament. Thereafter he gets another ornament, that's a robe of righteousness. ഇത് ആർക്കാണ് ലഭിക്കുന്നത്? ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? Who shall be given this and how can we have this? ഇന്ന് പലരും അതേ പറയും പെന്തക്കോസ്തുകാരാണ് സ്നാനമെടുക്കുന്നത്, സ്നാനത്തെ കുറിച്ച് പറയുന്നതെന്ന്. Many people say that only Pentecostal people take water baptism. Pentecostal people preach about water baptism. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അതെ ജലസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനെ ധരിക്കണം എന്ന് തിരുവചനത്തിൽ നാം കാണുന്നു. For the word of God we come to notice a child of God who is saved, in order to join Christ, should take on water baptism. രക്ഷിക്കപ്പെട്ട അതെ കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്ന ഒരു
a person who is saved, the Lord is coming and dwelling in his heart. This person should put on another experience. He must fulfill the righteousness of God, which means he takes water baptism. ഇതും ദൈവത്തിന്റെ ആലോചനയാണ്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അത് ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ ഉപദേശവുമാകുന്നു. This is also the counsel of God. This is the commandment of Lord Jesus Christ. Again, this is the doctrine of the holy apostles of God. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:15 യേശു യോഹന്നാനാൽ സ്നാനമേൽക്കേണ്ടതിന് അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യോഹന്നാൻ യേശുവിനെ വിലക്കുമ്പോൾ യേശു ഒരു കാര്യം അവിടെ യോഹന്നാനെ അറിയിക്കുന്നു. Coming to Matthew's Gospel, chapter 3, verse 15, we notice Lord Jesus Christ approaches John the Baptist to get baptized. But in that context, John the Baptist prevents him. Lord Jesus Christ, to clarify, makes something. വായിച്ചാട്ടെ. Shall we go through? And Jesus answering said unto him, Suffer it to be so now, for thus it becometh us to fulfill all righteousness. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് അഥവാ ദൈവത്തിന്റെ നീതിയെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ നീതിയെ ധരിക്കുന്നത് നമുക്ക് ഉചിതമാണ്. Obeying the righteousness of God, following the righteousness of God, putting on the righteousness of God, that becomes of our life. യേശുക്രിസ്തുവിന് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല. അവൻ പാപത്തിൽ ജനിച്ചവനല്ല, അവൻ പാപം അറിയാത്തവനാണ്. എന്നാൽ നാം അനുകരിക്കേണ്ടതിന്, അനുസരിക്കേണ്ടതിന്, മാതൃക ആക്കേണ്ടതിന് അവൻ യോഹന്നാനാൽ സ്നാനമേൽക്കുകയാണ് ചെയ്തത്. Obviously, we know Lord Jesus Christ did not have to take water baptism because he was not born in sin. He did not do sin. He did not know sin. He did not commit any kind of sin. However, to fulfill the righteousness of God, he would have to undergo the same process of water baptism. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലരും കർത്താവിന്റെ കൽപ്പനയായ സ്നാനം ഏൽക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, Many people of God who have embraced the experience of salvation, if anybody refrains from taking this water baptism, which is the counsel of God, ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്നതും ക്രിസ്തുവിനോട് ചേരുവാൻ യോഗ്യനാക്കുന്നതും ക്രിസ്തുവിനെ ധരിക്കുവാൻ പ്രാപ്തനാക്കുന്നതും ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷ ലഭിക്കുന്നതുമായ ഈ ജലസ്നാനം സ്വീകരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നീ തീരുമാനിക്കാം. tonight, right now, make a decision, take this water baptism, which is a counsel of God, which gives you a good conscience. It is a process of putting on the robe of righteousness in your life. ഇത് പെന്തക്കോസ്ത് പാസ്റ്റർമാർ പറയുന്ന കാര്യമല്ല. This is not something which is propagated by the Pentecostal pastors. നീ പുതുതായി ജനിക്കണമെന്ന്, മാനസാന്തരപ്പെടണമെന്ന് നമ്മുടെ സാക്ഷാൽ ദൈവം തന്നെ കൽപ്പിക്കുന്നതാകുന്നു. You must be born again. You must repent. It is a direction coming unto you by the Almighty God. അപ്പോസ്തല പ്രവൃത്തി 17:30 ഇന്ന് സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. Coming to Acts of the Apostles, chapter 17, verse 30, we understand today all people should repent. That is a commandment of God unto all mankind. പറയുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ ബൈബിളിൽ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. സമയം ചുരുക്കമാണെങ്കിലും ഇതൊക്കെയും വായിപ്പിക്കുന്നത്. Time is very limited. However, we highlight all the references in order to make you understand everything is mentioned in the Word of God. അത് മലയാളത്തിൽ മാത്രം വായിച്ചാൽ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് സകല മനുഷ്യരോടും ദൈവം കൽപ്പിക്കുന്നു. It is a commandment of God to all mankind. Everywhere, everybody should repent and be saved. അത് ഈ അനുഭവം, രക്ഷയുടെ ഈ സന്തോഷം പ്രാപിച്ചിട്ടില്ലാത്ത നീ വിശ്വസിക്കുക, ഏറ്റു പറയുക, നിന്റെ കുടുംബത്തിൽ പറയുക, ഇത് പെന്തക്കോസ്തുകാരുടെ ആലോചനയല്ല, ഇത് ദൈവത്തിന്റെ മഹാകൽപ്പനയാകുന്നു. If you haven't come across this experience, confess in your heart, tell in your personal life, tell in your family life. This is not the message given by the Pentecostal pastors. Rather, this is a commandment of God. അതിന് തുടർച്ചയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ
In furtherance, Lord Jesus Christ adds, unless you repent and regret, all shall be put to damnation. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, കർത്താവിന് ഇങ്ങനെ നശിച്ചു പോകും എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന്. Some days you may ask, will the Lord say, you will be damned, you will be destroyed? അതിന്റെ അർത്ഥം അങ്ങനെ ഈ ഭൂമിയിൽ നശിച്ചു പോകും എന്നതല്ല. It is not speaking about a physical or literal damnation in this world. നിത്യനാശമെന്ന ശിക്ഷാവിധിക്ക് അവർ യോഗ്യരായി തീരും, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് അവർ തള്ളപ്പെടും എന്നുള്ളതാകുന്നു. They will be subjected to everlasting lake of fire. They will be condemned to eternal punishment, which is a judgment. അതെ, നമ്മുടെ കർത്താവ് വീണ്ടും പറയുന്നു, അത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പീൻ. Behold, the Lord is coming soon. The kingdom of God is at hand. Believe in the gospel, repent, accept the ways of God. വീണ്ടും യേശു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. Again, Lord Jesus Christ adds, he that believes and is baptized shall be saved. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ചവരാണ്. In this congregation, the lion's share of the members got saved and took water baptism. എന്നാൽ ആരെങ്കിലും ഈ സത്യം ഇന്ന് വരെ അനുസരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് അനുസരിക്കുവാനും അനുസരിച്ച് അതിൻ പ്രകാരം വിശ്വസിച്ച് അനുസരിക്കുന്നതിനായി തീരുമാനിക്കുന്ന ഒരു ദിവസമായി, ഒരു രാത്രിയായി തീരട്ടെ. Still, if anybody hasn't come across this experience, tonight must be the night. You must make a decision, obey this counsel, and put on this ornament in your life. ഇതാ രക്ഷാ വസ്ത്രമെന്ന ആഭരണവും നീതിயின் അങ്കി എന്ന ആഭരണവും ലഭിച്ചിരിക്കുന്നു. Behold, the Lord has gifted you. It is an ornament, that's a garment of salvation and the robe of righteousness in your life. അതിനെ ധരിച്ച് അത് ഊരിക്കളയാതെ മരണം വരെയും അത് ധരിച്ചുകൊണ്ട്, അഥവാ അതിന്റെ സത്യം അനുഭവം പാലിച്ചുകൊണ്ട് അവസാനത്തോളം ജീവിക്കുക. Once you put on this, you must never strive this away till the last breath of this your life. You must hold this fast, practice this. ഇനി അടുത്ത ആഭരണം, ഒരു കന്യകയ്ക്കുള്ള ആഭരണം എന്താകുന്നു? What is the next ornament that is given to a virgin? സദൃശവാക്യം 1:8-9 വായിക്കുമ്പോൾ അവിടെ ചില ആഭരണങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയെന്ന് കാണുന്നു. Coming to Proverbs chapter 1 verses 8 and 9, we notice the way in which how these ornaments are given. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. My son, hear the instruction of thy father, and forsake not the law of thy mother, for they shall be an ornament of grace unto thy head, and chains about thy neck. അവ നിന്റെ ശിരസിന് അലങ്കാരമാല, നിന്റെ കഴുത്തിന് സ്വർണ്ണ സരപ്പളി മാലയുമാകുന്നു. There shall be ornaments unto your head and chains about thy neck. ഏതാണ് അത്? Which is that ornament? അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം മറക്കുകയുമരുത്. Hearing to the instruction of the father, not forgetting the advice of the mother. അപ്പന്റെ പ്രബോധനമെന്നും അമ്മയുടെ ഉപദേശമെന്നും എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ലഭിച്ച വെളിപ്പാടിൽ ഞാനത് ഓർപ്പിക്കട്ടെ. ഇത് അപ്പോസ്തലിക ഉപദേശത്തെയാകുന്നു വെളിപ്പെടുത്തുന്നത്. Instruction of the father, law of the mother. According to the revelation I received from the Lord, I speak about this, that it speaks about the apostolic doctrine. നമ്മുടെ നാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. When we analyze spiritually, our God is our father. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അപ്പൻ, നിത്യപിതാവുമാണ്. Our Lord Jesus Christ, our Father, everlasting Father. ഇപ്പോൾ അവൻ ഒരു പിതാവിന്റെ സ്ഥാനത്തും ഇനിയും നിത്യമണവാളന്റെ സ്ഥാനത്തും മാറുവാൻ പോകുന്നു. Now he is in the capacity of being the heavenly Father. Hereafter he is going to be the eternal bridegroom. ഈ വചനത്തിൽ സ്വർഗസ്ഥനായ പിതാവിന്റെയും നിത്യപിതാവായ കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൽപ്പനകളും ഉപദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. In this passage of the heavenly Father and our eternal bridegroom Lord Jesus Christ, their instructions are mentioned here. എന്നാൽ ഇത് അപ്പോസ്തലിക ഉപദേശമാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്?
Why should I say that? This speaks about the apostolic doctrine. ഇന്ന് സഭയുടെ നടത്തിപ്പുകാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ അത് സഭയ്ക്ക് അവിടെ നടത്തിപ്പുകാർ മാത്രമല്ല, ഒരു അപ്പന്റെയും ഒരു അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. The present leaders of the church, they are not only apostles, and they here officiate the responsibility of being the father and mother with regard to the members of the assembly. ഇതാ നിങ്ങൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ അപ്പന്മാരെ പോലെയും അമ്മമാരെ പോലെയും സഹോദരങ്ങളെ പോലെയും മക്കളെ പോലെയും ആയിരിക്കാം. Sometimes these workers might be in the capacity of being father, mother, children, or sometimes brethren in your life. നിങ്ങളെ ഞങ്ങൾ അപ്രകാരം തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുമുണ്ട്. In that way, we love you and honor you. എന്നാൽ ശുശ്രൂഷാ മുഖത്ത് ഞങ്ങൾ ഒരു അപ്പന്റെയും അമ്മയുടെയും സ്ഥാനത്തും കൂടെയാണ്. On the face of the ministry, we adorn the position of being the father and the mother. അത് എങ്ങനെ മനസ്സിലാക്കാം? How can you comprehend this? അപ്പോസ്തലന്മാർ നടത്തിപ്പുകാർ സഭയ്ക്ക് അപ്പനെ പോലെയും അമ്മയെ പോലെയുമാണെന്ന് തിരുവചനത്തിൽ തെളിവുകളുണ്ടോ? In the word of God, do you have any reference which says the apostles are like the father and the mother? 1 തെസ്സലോനിക്കർ 2:12 അതിനുശേഷം 7 വാക്യവും വായിക്കാം. 1 Thessalonians chapter 2 verse 12 and 7. But we were gentle among you, even as a nurse cherisheth her children, that ye should walk worthy of God, who hath called you into his kingdom and glory. ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. നോക്കുക, അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. We exhorted you, we comforted you, we charged you like a father who did it unto the children. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. It is among you as a nurse cherisheth your children, we practice the same among you. അങ്ങനെയെങ്കിൽ ഈ അപ്പന്റെ പ്രബോധനവും അമ്മയുടെ ഉപദേശവും അപ്പോസ്തലിക ഉപദേശമാകുന്നു എന്ന് നാം ഗ്രഹിച്ചു കൊള്ളണം. If that being so, this exhortation of the father, the law of the mother, that speaks about apostolic doctrine. അപ്പോസ്തലിക ഉപദേശങ്ങൾ പറയുവാൻ മണിക്കൂറുകൾ ദിവസങ്ങൾ വേണ്ടിവരും. എന്നാൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് അത് ഓർപ്പിക്കട്ടെ. In order to highlight the greatness of apostolic doctrine, it needs hours, days together. Let me just sum up and go. പിതാവാം ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തതിന് ശേഷം അപ്പോസ്തലന്മാരും ചില കാര്യങ്ങൾ അതേ കാര്യം ഉപദേശിക്കുന്നു. The heavenly Father said, thereafter Lord Jesus Christ his son said, thereafter the same things that had been advocated by the apostles, the servants of God. വിശുദ്ധ പത്രോസ് അത് അവരെ ഉപദേശിക്കുന്നു. Peter exhorts the same. ഇത് വേറെ ആരുമല്ല, ഇന്ന് ചില പ്രത്യേക സഭകൾ അത് കത്തോലിക്ക സഭയും ഒന്നാമത്തെ പോപ്പെന്ന് വിളിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് വിളിച്ചു പറയുകയാണ്. Not else, this is propagated by Peter. The Catholic Church claims that Peter is the first pope. He propounds this truth. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 അവർ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിനെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. Acts Apostle chapter 2 verse 38. What has been professed by Lord Jesus Christ, these people reiterate. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. Repent, be baptized for the remission of sins in the name of Lord Jesus Christ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. Then you shall receive the gift of the Holy Ghost. ഇത് എല്ലാവർക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. So this promise is unto you for all those that are afar off who have been called by Lord Jesus Christ. ആകയാൽ അപ്പോസ്തലിക ഉപദേശത്തിൽ ആദ്യത്തേത് മാനസാന്തരപ്പെടുക, സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്നുള്ളതാണ്. Therefore, of the apostle doctrines, basically, you must repent, thereafter take water baptism, and again receive the baptism of the Holy Ghost. തുടർന്നുള്ള വാക്യങ്ങളിൽ അവർ വേർപെട്ട ഒരു ജീവിതം ചെയ്യണമെന്നും അപ്പോസ്തലന്മാരുമായി അപ്പം നുറുക്കി കർത്തൃമേശയിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാകണമെന്നും അങ്ങനെ വചനം കേട്ട് ഉപദേശം കേട്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകണമെന്നും അവരെ ഉപദേശിക്കുന്നു. In
the following passage, they are advised they must take part in the break of the bread, taking part in the process of fellowship and prayer, whereby they must obtain this fellowship in love. തലയ്ക്ക് അലങ്കാരമാലയും കഴുത്തിന് സരപ്പളി മാലയും അതെ ധരിക്കേണ്ടുന്നതിന് ഈ അപ്പോസ്തലന്മാരുടെ തുടർന്നുള്ള ഉപദേശവും അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. You not to put on this ornament for the head, put on the chain for the neck. He must heed it to the advice given by these apostles. മുൻപ് നാം സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ദൈവിക രോഗശാന്തി അത് നാം പ്രാപിച്ചു കൊള്ളണം. As we just heard the testimony, we must inherit divine healing too. തുടർന്നും അതേ അപ്പോസ്തലന്മാർ ഉപദേശിച്ച പ്രകാരം വിശുദ്ധ ജീവിതവും ജയ ജീവിതവും ചെയ്യുന്നവരാകണം. Besides acts exhorted and practiced by the apostles, he must accomplish a separated and holy life. ക്രിസ്തു കഷ്ടം സഹിച്ചതുപോലെ ക്രിസ്തുവിന് വേണ്ടി സകല കഷ്ടങ്ങളും സഹിക്കുന്നവരായി തീരണം. In furtherance, as Christ had suffered, he must also undergo all kinds of sufferings for holy life. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ ഉപദേശിക്കുന്നു. The apostles teach about the second advent of Lord Jesus Christ. ആരാണ് തന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത്, അതിനുള്ള യോഗ്യത എന്താണെന്ന് അവർ പഠിപ്പിക്കുന്നു. They taught as to who shall be caught up at the coming of the Lord. What is the qualification of such a band of people? മാത്രമല്ല കർത്താവിന്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. Moreover, they speak about the things which are going to take part after the second advent of the Lord. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും അതെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പുനരുത്ഥാനത്തെക്കുറിച്ചും അവർ അപ്പോസ്തലന്മാർ ഉപദേശിക്കുന്നു. Apostles speak about that first and second resurrection, about the millennial kingdom and about the eternal regime. നിത്യയിലെ വാസസ്ഥലങ്ങളെക്കുറിച്ചും നിത്യ നരകത്തെക്കുറിച്ചും അവർ ഉപദേശിക്കുന്നു. In furtherance, they teach about the dwelling places in eternity. Also, they speak about everlasting lake of fire. അപ്പോസ്തലിക ഉപദേശം അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? Today, are we able to exercise apostle doctrine in our life? ഈ തലയിലെയും കഴുത്തിലെയും അതേ അലങ്കാരമാല നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? Have you received that chain for the neck and ornament for the head? മാത്രമല്ല അതെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ കൂടി നടക്കുന്ന സഭയിൽ ഇപ്രകാരമുള്ള അപ്പോസ്തലന്മാർ ഉണ്ടോ? Moreover, the place where to convene in not to worship, the place where you attend for assembly, whether you got these apostles. ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കർത്താവിന്റെ നാമനിമിത്തം സകലവും വിട്ടും ഉപേക്ഷിച്ചും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന മുൻപേ കേട്ടതുപോലെ സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ധന്യന്മാരാക്കിയ ധന്യന്മാർ അപ്പോസ്തലന്മാരുടെ സഭയിൽ നിങ്ങൾ ആണോ നിങ്ങൾ കൂടി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? Just introspect whether you are attending worship in the assembly that is governed, that is guided by the apostles who have forsaken everything, who have disowned all the belongings, inheritance of the world, and simply following the Lord. അപ്പോസ്തലന്മാർ ആരാണെന്നും കൂട്ടായ്മ എന്താണെന്നും അപ്പോസ്തല ഉപദേശം എന്താണെന്നും ഈ നാളുകളിൽ നിങ്ങൾ കേട്ട് ഗ്രഹിച്ച് അതിലേക്ക് വരുവാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. In the sweet name of the Lord, we beckon you to just know about the truth of these nature's apostles and come to the apostle doctrine and the true fellowship. അടുത്ത ആവരണങ്ങളെ കുറിച്ച് എത്രയും വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. I would like to speak in brief about the further ornaments. സദൃശവാക്യം 20:15 മലയാളത്തിൽ മാത്രം വായിച്ചാട്ടെ. Proverbs chapter 20 verse 15, read in Malayalam only. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. പൊന്നും വളരെ മുത്തുകളും വിലയേറിയ അതേ വസ്തുക്കൾ ഉണ്ടല്ലോ. Gold, rubies, precious jewels, everything is here. പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. Lips of knowledge are a precious jewel. ദൈവസഭയോട് ഞാൻ ചോദിക്കുന്നു, ഈ ആഭരണം നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? Tonight, let me ask the church of God, have you put on these ornaments or have you forsaken the same? ഈ പരിജ്ഞാനമുള്ള അധരങ്ങൾ എന്താണെന്ന് എനിക്ക് ലഭിച്ച വെളിപ്പാടിൽ ഞാൻ ഓർപ്പിക്കട്ടെ. Lips of knowledge, what's the meaning? According to the revelation I received, let me highlight. ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ലഭിക്കുന്ന പരിജ്ഞാനത്താൽ ആ പരിജ്ഞാനത്തോടു കൂടെ തങ്ങളുടെ അധരങ്ങൾ തുറക്കുന്നതാകുന്നു. This speaks about the knowledge
we receive by the power of the Holy Spirit of God. With that knowledge, we open our lips. അവരുടെ അധരങ്ങൾ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. Therefore, we keep on talking with our lips, with the unknown tongues, with the Lord. അവരുടെ അധരങ്ങളാൽ അവർ കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കും. With their lips, they'll be communing with the Lord. They'll be thanking and praising the name of God. അതെ, അവരുടെ അധരങ്ങൾ കൊണ്ട് അവർ പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കും. With their lips, they shall be singing hymns unto the Lord, whereupon God's name shall be eulogised. അവരുടെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും വാക്കുകൾ മാത്രം പുറപ്പെടും. From their lips, they will pronounce only words of faith and hope. അവരുടെ വാക്കുകൾ അവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും ആയിരിക്കും. Their words shall be devices which will motivate others, encourage others, boost up the hope of others. ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. They shall teach, exhort them precious, valuable teachings of God. പ്രിയമുള്ളവരെ, ഇതാകുന്നു പരിജ്ഞാനമുള്ള അധരങ്ങൾ. Beloved people of God, these are the lips of knowledge. ഈ അധരങ്ങൾ എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകട്ടെ. Always we must hold fast, maintain these lips in our life. ഇത് ലഭിക്കുന്ന ഒരു വിലയേറിയ ആഭരണമാകുന്നു. This is a precious jewel that the Lord is giving us. അടുത്തത് സദൃശവാക്യം 25:12 വായിക്കുമ്പോൾ Proverbs 25 verse 12. വേഗത്തിൽ വായിക്കും. കേട്ടനുസരിക്കുന്ന Of gold, ornament of fine gold. അത് എന്താണ്? What is it? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതെ നാം ദൈവത്തെയും നടത്തിപ്പുകാരെയും കേട്ട് അനുസരിച്ച് അവരുടെ ശാസനയും കേട്ട് അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആഭരണമാണ് പൊൻകടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും. Day by day, if I heed to the advice of the apostles, the rebuke, the ways of reproval, and if we just listen to practice the same, that is a golden earring that we get. ഉപദേശം ഇഷ്ടപ്പെടുന്നു, ശാസന ഇഷ്ടപ്പെടാത്ത ദൈവജനങ്ങൾ ഇനിയും ശുശ്രൂഷകരും കണ്ടേക്കാം. The people of God sometimes there be walkers who are not delighted in giving this admonition and rebuke. ഇത് ജ്ഞാനിയായ ശാസകനും ജ്ഞാനത്തോട് ശാസിക്കുന്നതും ആ ശാസനകളും അത് കേട്ടനുസരിക്കുന്നവർക്ക് തങ്കം കൊണ്ടുള്ള ആഭരണവും പൊൻകടുക്കനും ധരിച്ച് അവർ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നവരായിരിക്കും. So is the wise reprover. Be heeded to the same and practice it. You are putting on that earring of gold and putting on that ornament of fine gold. അടുത്തതായി നാം ആദ്യം വായിച്ച ഒരു ഭാഗം ഉൽപ്പത്തി 24:53 വാക്യം. When we come to Genesis chapter 24 verse 53 that we have already read. ഇത് അബ്രഹാമിന്റെ ദാസൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കപ്പെടുന്ന അതേ റിബെക്കയ്ക്ക് മണവാട്ടിക്ക് വേണ്ടി ഇതാ വെള്ളി പൊന്നുകൊണ്ടുള്ള ആഭരണം കൊടുക്കുന്നു. Abraham's servant is preparing a bride for his master's son. There he is gifting an ornament with the silver and gold. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവസഭ അവർ ധരിക്കേണ്ടുന്ന ആഭരണങ്ങളാണ്. That speaks of ornaments that the church of God that got saved, received water baptism, took water baptism, received the power of the Holy Spirit of God should adorn. വെള്ളി അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. Gold speaks about redemption. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം, We who have been redeemed by the blood of Jesus. വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കി ജീവിക്കുന്നവർ, We have to understand the value, that price of redemption and practice it. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെയുള്ള ശോധനകളിൽ കൂടെ അവർ കടന്നു പോകണം. As silver is refined through the fire, you may have to pass through ordeal in your life. അതെ, അങ്ങനെ അവർ ജീവിക്കുമ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ അന്ത്യരക്ഷ അവർ പ്രാപിപ്പാൻ യോഗ്യരായി തീരും. As they follow the track, finally they are worthy to put on that adoption of the body. ഇവിടെ പറയുന്ന വെള്ളി വീണ്ടെടുപ്പിനെയും പൊന്ന് ആഭരണങ്ങൾ അത് വിശ്വാസത്തെയും വിശ്വാസത്തിന്റെ പരിശോധനയാൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പലവിധമായ കഷ്ടതകളും ശോധനകളുമാകുന്നു. Here silver speaks about our faith and gold speaks about the trials that we undergo and the perfection and purification that we have to undergo by all these sufferings in our life. ക്രിസ്തുവിന് കന്യകയായി തീർന്നവളെ,
or one who has become a virgin unto Christ. നിർമ്മല കന്യകയായി തീർന്നവരെ, Those who become chaste virgin unto Christ, മണവാളന് അനുരൂപയായ ഒരു മണവാട്ടിയാകണമെങ്കിൽ in order to become a suitable bride for the bridegroom, എന്റെയും നിങ്ങളുടെയും മണവാളനായ യേശു സഹിച്ചതുപോലെ അതേ വിശ്വാസത്തിന് വേണ്ടി, യേശുവിന്റെ നാമത്തിന് വേണ്ടി പലവിധ കഷ്ടങ്ങളും അതേ വേദനകളും ദുഃഖങ്ങളും സഹിച്ച് നാം ജീവിക്കണം. as Lord Jesus Christ has suffered many reproaches and sufferings in his life, we too must undergo different kinds of reproaches, hardships, challenges in our life for the sake of faith. എന്റെ കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്റെ അവകാശം ഞാനുണ്ടല്ലോ, എന്നാൽ ഞാൻ മാത്രമല്ല, ഞാൻ അനുവദിക്കുന്ന കഷ്ടതകളും നിന്റെ അവകാശമാണെന്ന്. Once my Lord told me that all the I am with you as your inheritance, not only I myself, all the sufferings I permit to life are also your inheritance. പ്രിയമുള്ളവരെ, ശുശ്രൂഷകരെ, ദൈവജനമേ, ഇന്ന് നാം കടന്നു പോകുന്ന ബാധകൾ, സഹിക്കുന്ന കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഇതാ പൊന്നാഭരണമായി അവൻ നമ്മെ അലങ്കരിക്കുവാൻ അത് ഉതകുന്നു. Beloved people of God, beloved workers of God, all the challenges, all the sufferings, all the hardships, all the difficulties that we undergo in our life, they are going to be golden ornaments in our life. ആകയാൽ സഹിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. Therefore, be not dispirited over the sufferings that you incur. അല്പസമയം കൂടെ മാത്രം That's meant for a short while only. വിശ്വാസത്തിൽ നിലനിന്ന് അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി തികഞ്ഞവരായി തീർന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുവീൻ. You have to continue in faith and pass through much affliction and be prepared as a chaste virgin and a good bride for Lord Jesus Christ. ഒരു വാക്യം കൂടെ വായിക്കട്ടെ. സദൃശവാക്യങ്ങൾ 31:10 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാന്ത തന്നെ ക്രിസ്തുവിന്റെ അലങ്കരിക്കുന്ന, ക്രിസ്തുവിനെ അലങ്കരിക്കുന്ന ആഭരണമായി തീരുന്നു. Proverbs 31:10, the Christ's bride herself becomes an ornament decorating unto. വേഗത്തിൽ വായിച്ചു. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഇതാ സാമർത്ഥ്യമുള്ള ഭാര്യ, ഇത് പുതിയ നിയമസഭയെ വെളിപ്പെടുത്തുന്നു. A virtuous woman is mentioned here who speaks about the New Testament church. അവളുടെ വില മുത്തുകൊണ്ടും രത്നം കൊണ്ടും നിർമ്മിക്കപ്പെട്ട ആഭരണങ്ങളെക്കാൾ വിലയേറിയതാകുന്നു. Her price is far above the crown ornament that is made with rubies and pearls. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുകയാണ്. Tonight, the Holy Spirit of God is communicating this message unto the people of God. ക്രിസ്തുവിന്റെ സഭയോ ക്രിസ്തുവിന്റെ കാന്തയോ ക്രിസ്തുവിനെ സകലത്തിലും അലങ്കരിക്കുന്ന അതേ ആഭരണമത്രേ. It is ornament that the church of Christ, the bride of Christ, is putting on. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. I would like to touch one more point and wind up my words. ഇപ്രകാരം കേൾക്കപ്പെട്ട ആഭരണങ്ങൾ ധരിച്ച് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിക്ക്, The bride who had put on all these ornaments and decorated herself, അവർ നിത്യമായി പാർക്കുവാൻ പോകുന്ന ആ പട്ടണം, വിശുദ്ധ നഗരം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? the holy city, eternal abode that she is going to dwell forever, in which fashion has it been made? വെളിപ്പാട് പുസ്തകം 21:11, 13, 15, 18 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ Book of Revelation, chapter 21, verse 13, 15, 18, 21. When we go through all these passages, ഇതാ ആഭരണങ്ങൾ ധരിച്ച് തങ്ങളെ തന്നെ അലങ്കരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെട്ട് ജീവിക്കുന്ന ദൈവജനമേ, beloved people of God, who are expected to put on all these precious ornaments and be prepared as a bride for the coming of Lord Jesus Christ. തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോയ ക്രിസ്തുവെന്ന മണവാളൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Lord Jesus Christ, the spiritual bridegroom, who has gone to prepare a dwelling place for his bride. What is he doing now? നമുക്കായി ഒരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. He is preparing a place for us. കൊട്ടാര സമാനമായ 1200 നാഴിക നീളവും വീതിയും ഉയരവും സമമായിരിക്കുന്ന പുതിയ യെരൂശലേം ഇതാ നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. New Jerusalem, there's a great palace like a mansion. The length, the height, width that is 1,200 furlongs. He is preparing for us.
അവൻ സിയോനെ പണിഞ്ഞ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്നു. The Lord is going to build up Zion and appear in His glory. അവൻ യെരൂശലേമിനെയും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. He is building Jerusalem as well. ഈ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു. No, Jerusalem, the holy city that is built like jasper, it is like a crystal show gold. അതിന്റെ വീഥികളെല്ലാം ഇതാ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കമത്രേ. Behold, all the streets are laid with a pure gold. അത് വിലയേറിയ രത്നങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന വിശുദ്ധ നഗരം. It's a holy city that is made, adorned with the ഈ precious വിശുദ്ധ stones. നഗരത്തിന് മതിലുണ്ട്, ഗോപുരമുണ്ട്. ആ മതില് രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഗോപുരവും ഓരോ മുത്തുകളാൽ നിർമ്മിതമായിരിക്കുന്നതാണ്. That city has got walls. That city has got gates. Every gate, every wall is made with the precious stone. ഈ ലോകത്തിൽ സ്വന്തമായി ഭവനങ്ങൾ ഇല്ലാത്തവരെ, People who do not possess dwelling places in this world, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് എത്രയും വേഗത്തിൽ നമുക്ക് പോകാം. behold, very soon we are going to enter that palace that the Lord is preparing for us. തങ്കം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ മനോഹരമായ കെട്ടിടമിത അതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Behold, that beautiful mansion that is constructed with the precious stones and gold, very nigh, that's going to be perfected. എത്രയും വേഗത്തിൽ ആ പണി തീരും. സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ പണി നടക്കും. ആ തന്റെ വിശുദ്ധന്മാർ, തന്റെ വിശുദ്ധ മണവാട്ടി, ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടി എത്രയും വേഗത്തിൽ അവിടെ ചെന്ന് ചേരും. Very soon that work shall be over, together in heaven and on the earth. That work is carried out. Very soon the perfected, holy, sanctified bride of Christ shall reach that holy presence of God. ദൈവത്തിന്റെ തേജസ്സ് പ്രകാശിക്കുന്ന കുഞ്ഞാട് വിളക്കായിരിക്കുന്ന രാത്രിയോ പകലോ ഇല്ലാത്ത ആ വിശുദ്ധ നഗരത്തിലേക്ക് നമുക്ക് പോകാം. Let us go to the holy city where there is no lamp at all. Only the Lamb of God is shining as a light. Where is no darkness, always there is a day. നമ്മാരും നരകത്തിലേക്ക് അതേ പോകരുത്, നിത്യ നഗരത്തിലേക്ക് പോകാം. Let us not slip into everlasting hell. Rather, let us move on to everlasting heaven. അതിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. For the same purpose, let us നമുക്ക് surrender അതിനായി ourselves. ഒരുങ്ങാം. Let's be ready for the ഈ same. ആഭരണങ്ങൾ നിന്റെ ശരീരത്തിൽ, നിന്റെ തലയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. Just examine how you put on these ornaments in your body, on your head. ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. Introspect whether you have forfeited these ഇപ്പോൾ ornaments. നാം എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്താം. Let us lift our eyes unto heaven. ഇതാ യേശു പറയുകയാണ്, Jesus says, എന്റെയും നിങ്ങളുടെയും മണവാളൻ പറയുകയാണ്, my and your bride says, bridegroom says, ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ചിന്തകളുടെ ബലത്തില you have allured my heart with a chain of the neck and your ornaments on the head. എന്റെ ഹൃദയത്തെ നീ അപഹരിച്ചിരിക്കുന്നു. You have allured, enticed my heart. അതേ കഴുത്തിലെ മാലയെ കണ്ടിട്ട്, On seeing the chain on your neck, ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെ കണ്ടിട്ട്, on seeing the ornaments on your head, നീ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ as you are beholding heaven, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് അവൻ ഇപ്രകാരം പറയുന്നു, the Lord is looking at us and telling, എന്റെ പ്രിയനെ എന്ന് നിനക്ക് നിന്റെ വാഗൊണ്ട് നിനക്ക് ഏറ്റു പറയാമോ? my beloved, shall we confess with our own mouth? നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. You have inherited my heart. നീ എനിക്കുള്ളവൻ, ഞാൻ നിനക്കുള്ളവനുമാകുന്നു. You are mine, I am yours. അതെ, അത് വിശ്വസിക്കുന്നവർ ഇതാ ഒരു പാട്ടിന്റെ ചില വരികൾ പാടുവാൻ പോകുന്നു. Those who believe, repeat this song that we are going to sing. രാത്രിയില്ലാത്ത ദേശമത് There's a land without night, എന്നും പട്ടാപ്പകൽ പോലെ പ്രകാശിക്കും. always shining like the day. ഞാൻ തന്നെ മന്ദിരമായി, That itself is the mansion. ശോഭ തന്നെ വിളക്കുമായി. That glory is a light. ഇല്ലാത്ത ദേശമത് എന്നും പട്ടാപ്പകൽ പോൽ പ്രകാശിച്ചിടും. രാത്രിയില്ലാത്ത ദേശമത് എന്നും പട്ടാപ്പകൽ പോൽ പ്രകാശിച്ചിടും. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി.
രാത്രിയില്ലാത്ത ദേശമത് എന്നും പകൽ പോൽ പ്രകാശിച്ചിടും. രാത്രിയില്ലാത്ത ദേശമത് എന്നും പകൽ പോൽ പ്രകാശിച്ചിടും. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി. പുതിയ യെരൂശലേം ആഗമനം ശോഭയാൽ മിന്നിടുന്നു. പുതിയ യെരൂശലേം ആഗമനം ശോഭയാൽ മിന്നിടുന്നു. രാത്രിയില്ലാത്ത ദേശമത് എന്നും പകൽ പോൽ പ്രകാശിച്ചിടും. രാത്രിയില്ലാത്ത ദേശമത് എന്നും പകൽ പോൽ പ്രകാശിച്ചിടും. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി. കുഞ്ഞാടു തന്നെ മന്ദിരമായി തൻ ശോഭ തന്നെ വിളക്കുമായി. പുതിയ യെരൂശലേം ആഗമനം ശോഭയാൽ മിന്നിടുന്നു. 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 Amen, 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 Lord. Hallelujah, hallelujah. Tonight we heard, can a maid forget her ornaments and a bride her attire? ഇന്ന് രാത്രി നാം കേട്ടുവല്ലോ, ഒരു കന്യക തന്റെ ആഭരണവും മണവാട്ടി തന്റെ വസ്ത്രങ്ങളും മറക്കുമോ? The Lord is calling us to be living alive as virgins, pure before Him, and to become His bride. തന്റെ മുൻപാകെ നിർമ്മലതയോടുകൂടി ജീവിക്കുന്ന ഒരു കന്യകയായിരുന്നു കൊണ്ട് തന്റെ മണവാട്ടിയായി തീരുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. And He is giving us graciously all that we need, like ornaments and the garments. ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും സമാനമായതെല്ലാം കൃപയാൽ ദൈവം നമുക്ക് നൽകുന്നു. All we have to do is surrender ourselves to God to experience it. നാം ഇതെല്ലാം അനുഭവമാക്കേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. We have to make it our own experience through faith. വിശ്വാസത്താൽ നമ്മുടെ സ്വന്തം അനുഭവമാക്കി മാറ്റാം. Then only one day we are going to be seen with our Jesus as this bride, this virgin has become the bride who will be spiritually clothed with his garments and adorned with his jewels. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കന്യക ഈ ആത്മീകമായ വസ്ത്രങ്ങൾ ധരിച്ച് ഈ ആഭരണങ്ങളാൽ അലങ്കൃതയായി ഒരു നാളിൽ യേശുവിന്റെ മണവാട്ടിയായി തന്നോടുകൂടെ കാണപ്പെടൂ. Oh, tonight let us allow God to do this work. Let's be clothed with the garments of salvation. ആകയാൽ ഈ രക്ഷാവസ്ത്രം നമ്മെ ധരിപ്പിക്കുന്ന പ്രവൃത്തി നമ്മിൽ ദൈവം ചെയ്യേണ്ടതിന് നാം ദൈവത്തിനിടം കൊടുക്കാം. Repent of your sins, accept Jesus as your Lord and salvation. Then this garment of salvation, all salvation will become your experience. പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം, കർത്താവായ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാം. അപ്പോൾ ഈ രക്ഷാവസ്ത്രം ധരിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കും. Oh, be covered with that robe of righteousness. Surrender yourself, obey the Lord in the truth of water baptism. ആ നീതി എന്ന അങ്കി ധരിക്കേണ്ടതിനായിട്ട് നമുക്ക് ജലസ്നാന സത്യത്തെ അനുസരിച്ച് നാം ആ സത്യത്തിൽ നിലനിൽക്കാം. Oh, we need to go on growing in the Lord. അതേ, നാം ജനിച്ച് ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേയിരിക്കണം. Let it be His ornaments, to be as the ornaments of grace upon our head, chains about our neck.
അങ്ങനെയെങ്കിൽ അത് നമ്മുടെ കഴുത്തിന് അലങ്കാരമാലയായിരിക്കും, അതൊരു സരപ്പളിയായിരിക്കും. Oh, that is the instruction of the father and the law of the mother. അത് അപ്പന്റെ ഉപദേശവും അമ്മയുടെ കൽപ്പനയും. We heard Paul the apostle explained about the apostles. They were like fathers and teaching the church the truths and doctrines, and they were like mothers who were carrying and nursing the church. അതെ, സഭയ്ക്ക് തന്നിരിക്കുന്നതായ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അത് അപ്പന്റെ ഉപദേശം പോലെയും സഭയെ പോറ്റി പുലർത്തി വഹിച്ച് ചുമക്കുന്നതായ ആ ഉപദേശങ്ങൾ നൽകുന്നവർ അമ്മമാരെ പോലെയും എന്ന് നമ്മൾ കേട്ടു. And like mothers also carrying and nursing for the church, nursing the church. സഭയെ പോറ്റി പുലർത്തി പരിപാലിക്കുന്ന ഒരു അമ്മയെ പോലെ അവർ ചുമക്കുന്നു, വഹിക്കുന്നു. Oh yes, tonight let's surrender to live according to that apostolic doctrine. ആകയാൽ അപ്പോസ്തലിക ഉപദേശപ്രകാരം ജീവിക്കേണ്ടതിനെ നമ്മെ സമർപ്പിക്കാം. Oh, whatever you haven't been experiencing right now until now, let the Lord do that work in your life. അതെ, നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ കേട്ടതായ എല്ലാ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതിന് ആ പ്രവൃത്തി കർത്താവ് നമ്മിൽ ചെയ്യുമാറാകട്ടെ. Oh, he wants to give you that lips of knowledge. പരിജ്ഞാനമുള്ള അധരങ്ങൾ നിനക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Oh, that is a precious jewel. അതൊരു വിലയേറിയ ആഭരണം. Oh yes, commune with God through the Holy Spirit and grow in that knowledge of the Lord. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോട് നീ സംസാരിക്കുക, അങ്ങനെ ആ ദൈവ പരിജ്ഞാനത്തിൽ വളരുക. Grow in the knowledge of God also, all that God is giving you through His word, through the doctrine, so that you can grow in the knowledge of Christ. ആ ദൈവ പരിജ്ഞാനത്തിൽ നീ വളരേണ്ടതിന് കർത്താവ് തന്റെ ആ വചനങ്ങൾ ഉപദേശങ്ങളിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നു. Oh yes, you will, when you are ready to receive corrections, then you will also have such ornaments in your life as earrings of gold. ആ ശാസനകൾ തിരുത്തലുകൾ കേൾക്കുവാനായി നിന്നെ സമർപ്പിക്കുമ്പോൾ അത് നിന്റെ കാതിന് ഒരു പൊൻകടുക്കൻ പോലെ ആയിത്തീരുന്നു. Those who correct you will be like earrings of gold for you on your ears. അതേ, നിന്നെ തിരുത്തുന്നവർ, ശാസിക്കുന്നവർ നിന്റെ കാതുകൾക്ക് ഒരു പൊൻകടുക്കൻ പോലെയാകും. Oh yes, we need the jewels of silver, the price of redemption. അതെ, നമുക്ക് ആ വെള്ളിയുടെ ആഭരണങ്ങൾ ആവശ്യമുണ്ടത് വീണ്ടെടുപ്പിൻ വിലയത്രേ. Oh yes, we are getting ready for the day of redemption. നാം വീണ്ടെടുപ്പിൻ നാളിനായി ഒരുക്കപ്പെടുന്നു. Oh, like silver is refined to the fire, we need to be sanctified holy. ആ വെള്ളി അത് ചൂളയിൽ അത് ഉലയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. Oh, spirit, soul and body has to be wholly sanctified. ആത്മാവും പ്രാണനും ദേഹവും അശേഷം വിശുദ്ധീകരിക്കപ്പെടുന്നു. We need jewels of gold spiritually. ആത്മീകമായി പൊന്നാഭരണങ്ങൾ വേണം. We need to go to trials. നാം പരീക്ഷകളിലൂടെ പോകണം. We need to grow in that faith. നാം വിശ്വാസത്തിൽ വളരണം. Oh, then only we can become perfect like Christ in His divine nature. അങ്ങനെയെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ തുല്യരായി അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പരിപൂർണരാകാൻ സാധിക്കൂ. We need the jewels of gold. അതിനായി നമുക്ക് ആ പൊന്നാഭരണങ്ങൾ വേണം. Oh, therefore let us surrender ourselves to the Lord. Then that gold also that speaks about our inheritance. ആകയാൽ നമുക്ക് കർത്താവിനായി നമ്മെ സമർപ്പിക്കാം. നമ്മുടെ അവകാശത്തെ കുറിച്ചും ദൈവം നമ്മളോട് സംസാരിച്ചല്ലോ. Oh, that precious stones, the precious stones and all these jewels, they speak about our inheritance. ആകയാൽ ഈ വിലയേറിയ കല്ലുകളും ഈ ആഭരണങ്ങളെല്ലാം നമ്മുടെ അവകാശത്തെയും കാണിക്കുന്നു. Oh, not only Christ is your inheritance, ക്രിസ്തു നിന്റെ അവകാശമായിരിക്കുന്നത് മാത്രമല്ല, but all your sufferings are going to become your inheritance. നിന്റെ കഷ്ടതകളെല്ലാം നിന്റെ അവകാശമായി പരിണമിക്കും. All your reproaches are going to become your inheritance. നിന്റെ അപമാനങ്ങൾ നിന്റെ അവകാശമായി തീരും. Oh, that is why New Jerusalem is said, oh, it was having the glory of God like a stone, most precious, like a jasper stone. അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ അത് സ്വച്ഛസ്ഫടികത്തിനൊത്തതായ തങ്കത്തിന് തുല്യവും അത് പത്മരാഗത്തിന് തുല്യവുമായ ശോഭയേറിയത്. Oh yes, and its wall was as of a jasper stone, and its street was made of pure gold like clear glass. അത് സൂര്യകാന്തത്തിന് and the city was pure gold like clear glass. അത് സൂര്യകാന്തത്തിന് തുല്യമായ ശോഭയുള്ളത്
ആ പട്ടണമോ അത് സ്വച്ഛ സ്ഫടിക തങ്കതുല്യമായ ശോഭയുള്ളത്. All our sufferings are going to become our inheritance. നമ്മുടെ കഷ്ടങ്ങളെല്ലാം നമ്മുടെ അവകാശമായി തീരും. Are you ready to surrender yourself right now? നിന്നെ തന്നെ സമർപ്പിക്കാൻ നീ ഒരുക്കമോ? Then you can stand up. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എഴുന്നേൽക്കാം. Now we are going to give ourselves to God. നാം ഇപ്പോൾ നമ്മെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കാം. Now you are going to claim the scriptures that we just heard. ഇപ്പോൾ നാം കേട്ട തിരുവെഴുത്തുകളെ നമ്മുടെ അവകാശമാക്കാം. That is how we make it our own experience. അങ്ങനെ നാം അതിനെ നമ്മുടെ സ്വന്തം അനുഭവമാക്കി തീർക്കാം. That is why I took time to explain to you the scripture again. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്തുകളെ ഒന്നുകൂടി നിങ്ങൾക്ക് വിശദീകരിക്കുവാൻ ഞാൻ Now സമയമെടുത്തത്. you are clear about what you need to get. ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയുണ്ട്. Ask the Lord for it. കർത്താവിനോട് അത് ചോദിക്കുക. Ask for the spiritual experiences through the doctrines. ആ ഉപദേശത്തിലൂടെ ആത്മീക അനുഭവങ്ങളെ ചോദിക്കാം. Now you ask for the experiences, that you need to get, so that you will grow in His knowledge. അതേ അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് അവന്റെ ആ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കാം. Seek the Lord so that the Lord may give you the experience of that redemption and sanctification. ആ വീണ്ടെടുപ്പും വിശുദ്ധീകരണമാകുന്ന അനുഭവങ്ങളെ നൽകേണ്ടതിനായിട്ട് കർത്താവിനായി നിന്നെ ഇപ്പോൾ സമർപ്പിക്കുക. Seek the Lord for that faith and a life where you can also go through the sufferings and see the inheritance awaiting for you. ഒരുപക്ഷേ നീ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിരിക്കാം. നിനക്കായി അവകാശം കാത്തിരിക്കുന്നത് കൊണ്ട് നീ ഇപ്പോൾ കർത്താവിനെ തേടുക. Just Jesus is going to become your inheritance. യേശു നിന്റെ അവകാശമായി തീരും. All your sufferings are going to turn as your inheritance. നിന്റെ കഷ്ടതകൾ നിന്റെ അവകാശമായി തീരും. Amen. Surrender yourself right now. നിന്നെ തന്നെ ഇപ്പോൾ സമർപ്പിക്കുക. Oh Lord, I'm giving myself fully. കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്കായി തരുന്നു. I am surrendering, Lord. I want to live according to every doctrine of God. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുക. ഞാൻ കേട്ട ഓരോ ഉപദേശപ്രകാരം എനിക്ക് ജീവിക്കണം. I want to have the ornament of grace on my head and the chains about my neck spiritually. അതേ കർത്താവേ, എന്റെ തലയ്ക്ക് അതൊരു അലങ്കാരമായി, എന്റെ കഴുത്തിന് അതൊരു സ്വർണ്ണ സരപ്പളിയായി ആത്മീയമായി മാറട്ടെ. He's going to send the anointing right now. He's going to send the anointing right now. അവൻ ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം വഹിക്കാൻ പോകുന്നു. Amen. Give yourself to the anointing. നിന്നെ തന്നെ അഭിഷേകത്തിനായി സമർപ്പിക്കുക. The Lord is going to change you. കർത്താവ് നിന്നെ മാറ്റും. As it was, the Lord is going to He's going to adorn you spiritually right now. അവൻ നിന്നെ ഇപ്പോൾ ആത്മീയമായി അലങ്കരിക്കും. Surrender yourself right now. നിന്നെ ഇപ്പോൾ തന്നെ സമർപ്പിക്കുക. Amen. Hallelujah. Lord. In the name of Jesus. Hallelujah. 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 Oh, repent of your sins, accept Jesus as Savior for those who haven't done so. Those who have not repented of your sins, repent and accept Jesus and be saved. ഇതുവരെ അനുഭവിക്കാത്തവർ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. Those who haven't obeyed in baptism, surrender, Lord. I am surrendering myself, to obey your command and to do your will. ജലസ്നാനം സ്വീകരിക്കാത്തവർ പറയുക, കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Those who have not received the Holy Spirit, say, Lord, I want to grow in you, in your knowledge and the doctrines. Anoint me with the Holy Spirit. അഭിഷേകം പ്രാപിക്കാത്തവർ പറയുക, കർത്താവേ, നിന്റെ കൃപയിലും ഉപദേശത്തിലും പരിജ്ഞാനത്തിലും ഞാൻ വളരുവാൻ എന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. And surrender to every truth you have heard. കേട്ട ഓരോ ഉപദേശത്തിനായി സമർപ്പിക്കുക. There is an anointing for you. ഒരു അഭിഷേകം നിനക്കായിട്ടുണ്ട്. There is an anointing for you. അഭിഷേകം നിനക്കായിട്ടുണ്ട്. Church of God. ദൈവസഭയെ, this anointing is making you
ready for New Jerusalem. ഈ അഭിഷേകം നിന്നെ പുതിയ യെരൂശലേമിനായി ഒരുക്കുന്നു. The anointing is making you preparing you as the bride. അതേ ഈ അഭിഷേകം നിന്നെ മണവാട്ടിയായിട്ട് ഒരുക്കുന്നു. Receive that anointing right now. ഇപ്പോൾ തന്നെ അഭിഷേകം പ്രാപിക്കാം. He has spoken it. He will do it right now. അവനത് അരുളി ചെയ്തെങ്കിൽ അവനത് ഇപ്പോൾ ചെയ്യും. Servants of God, receive that anointing to be ready for Zion. സിയോന് വേണ്ടി ഒരുങ്ങുവാൻ ശുശ്രൂഷകരെ അഭിഷേകത്തിനിടം കൊടുക്കുക. No one should keep quiet right now. ആരും ഇപ്പോൾ മൗനമായിരിക്കരുത്. Glory of God is coming down. ദൈവ തേജസ്സ് ഇറങ്ങി വരുന്നു. Hallelujah. Do you want this healing right now? നിനക്ക് ഇപ്പോൾ സൗഖ്യം ആവശ്യമോ? The Lord is sending His power upon you. കർത്താവ് തന്റെ ശക്തി ഇപ്പോൾ നിന്റെ മേൽ അയക്കുന്നു. He is sending His word to you. അവൻ തന്റെ വചനം നിനക്കായി അയക്കുന്നു. By His stripes you were healed. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം. He is sending His power upon you. അവൻ തന്റെ ശക്തി നിന്റെ മേൽ അയക്കുന്നു. Anointing is casting out every spirit of sickness. അവനിതാ ആ രോഗത്തിന്റെ ആത്മാവിനെ ശാസിച്ച് പുറത്താക്കുന്നു. Anointing is coming as a resurrection power that is transforming your body. അഭിഷേകം ഉയിർപ്പിൻ ശക്തിയായി വന്ന് നിന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നു. The same resurrection power that will transform you on the day of redemption. അതേ ഉയിർപ്പിൻ ശക്തി വീണ്ടെടുപ്പിൻ നാളിൽ നിന്നെ Now രൂപാന്തരപ്പെടുത്തും. your body will be healed. ഇപ്പോൾ നിന്റെ ശരീരം സൗഖ്യമാകും. Receive the anointing. അഭിഷേകം പ്രാപിക്കാം. Hallelujah. Power of God is moving in our midst. ദൈവശക്തിയുടെ വ്യാപരിക്കുന്നു. All who believe can see the glory of God. വിശ്വസിക്കുന്നവർക്ക് ദൈവമഹത്വം കാണാം. Hallelujah. Hallelujah. Amen. Even tonight, on this first night, the Lord spoke to us from the presence of His glory and gave us precious truths. ഈ കൺവെൻഷന്റെ ഒന്നാം രാത്രിയിൽ തന്നെ, ആദ്യത്തെ രാത്രിയിൽ തന്നെ ആ തേജസ്സിന്റെ സന്നിധാനത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്റെ അമൂല്യമായ സത്യങ്ങളെ പകർന്നു തന്നു. From His heavenly throne, He spoke to us. തന്റെ സ്വർഗസിംഹാസനത്തിൽ നിന്ന് ദൈവം നമ്മോട് അരുളി ചെയ്തു. He enlightened us through His servant തന്റെ ദാസനിലൂടെ അവൻ നമ്മെ പ്രകാശിതരാക്കി. to give us a true
desire and longing for Jesus and to be with him in the New Jerusalem. കർത്താവായ യേശുവിന് വേണ്ടിയും തന്നോടുകൂടെ പുതിയ യെരൂശലേമിൽ ആയിത്തീരേണ്ടതിനുമുള്ള ആഴമായ അഭിവാഞ്ചയും അഭിനിവേശവും തന്നു. To grow to the perfection of Christ, to be called the bride of Christ, to meet him when he comes, for every precious truth he revealed to us today. Let's praise God. കർത്താവായ യേശു വെളിപ്പെടുമ്പോൾ അവനെ മണവാട്ടിയായി തീരുവാൻ വേണ്ടി അവൻ നമുക്ക് തന്നിരിക്കുന്നതായ വിലയേറിയ എല്ലാ സത്യങ്ങളും ഉപദേശങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, these are truths, mysteries. ഈ സത്യങ്ങൾ ഉപദേശങ്ങളെല്ലാം രഹസ്യമാണെങ്കിൽ, oh, but God is revealing it to his holy apostles and prophets. ഇവയെല്ലാം മർമ്മങ്ങളാണെങ്കിലും തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരിലൂടെ ദൈവം നമുക്കത് വെളിപ്പെടുത്തുന്നു. Yes, because we are in the fellowship of the apostles. എന്തുകൊണ്ടെന്നാൽ നാം അപ്പോസ്തലിക കൂട്ടായ്മയിൽ ആയിരിക്കുന്നത് കൊണ്ട്. They who were saved, who were baptized, they continued in the apostolic fellowship and doctrine. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് സ്നാനമേറ്റവർ ആ സത്യത്തിൽ നിലനിന്നു. In breaking of bread and prayers. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. May God help us to experience every truth which we are hearing in these days, and God may help us to grow in that knowledge of the Lord, yielding to the Holy Spirit. ഈ നാളുകളിൽ കേട്ടതായ സത്യങ്ങളെല്ലാം അനുഭവമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മെ ഏൽപ്പിച്ച ഈ സത്യത്തിൽ വളരുവാൻ. Oh, that we may be those who receive every correction and reproof. ആകയാൽ ശാസനകൾ തിരുത്തലുകളെല്ലാം നാം സ്വീകരിച്ചുകൊണ്ട്, that we will sanctify ourselves and prepare ourselves for the day of redemption. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മെ തന്നെ ആ വീണ്ടെടുപ്പിൻ നാളിനായി ഒരുക്കി. And so that we may also grow in faith, going through the trials and sufferings, and one day we shall inherit, we shall become perfect as Christ. We are going to inherit Christ, and for all that we have sufferings we have gone through in this earth, we are going to receive a great eternal weight of glory. Shall we praise God? ആ വിശ്വാസത്തിൽ വളർന്നുകൊണ്ട്, ആ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നാം വളർന്നുകൊണ്ട്, നാം കർത്താവായ യേശുവിനെ നമ്മുടെ അവകാശമാക്കിക്കൊണ്ട് കർത്താവായ യേശു വരുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളെല്ലാം തേജസ്സിന്റെ നിത്യകരമായി തീരുവാൻ പോകുന്നു. നാം അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യും. Let us pray. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുടെ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഈ ദേശത്തെയും ദേശനിവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവമക്കളെയും ഞങ്ങളെല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ട് ഈ 2020 പ്രാരംഭ കൺവെൻഷന് കർത്താവെ എല്ലാം ഞങ്ങൾ കൂടി വരുവാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനൊരു സന്ദർഭത്തോടെ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ നൽകുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. തുടക്കം മുതൽ കർത്താവെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സന്തോഷിപ്പാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് കർത്താവ് ബലം പ്രാപിപ്പാൻ, പുതിയ കൃപകളും പുതിയ ശക്തി പ്രാപിപ്പാൻ തക്കണം ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് നീ കൃപ നൽകുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ജീവൻ്റെ സാക്ഷി കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവ് സാക്ഷിയിൽ ശബ്ദം കേട്ടവരും അതേ അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അത്ഭുത സാക്ഷിയായി തീരുവാൻ, വിശ്വാസത്തിൽ സമ്പന്നരായി തീരുവാൻ, കർത്താവിലേക്ക് അടുക്കുവാൻ, ക്രിസ്തുവിനെ കൊണ്ടുള്ള രക്ഷ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി കാലം കർത്താവിൻ്റെ ജീവൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം ദിനദാസന്മാരിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, നിർമ്മലമായ കന്യക ധരിക്കേണ്ടതായ ആഭരണങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി കാലം ഞങ്ങളോട് നീ അറിയിച്ചല്ലോ. രക്ഷയിൽ കൂടെയും സ്നാനത്തിൽ കൂടെയും കർത്താവെ
അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം പ്രബോധനങ്ങൾ കേട്ട് ദൈവവഴികളിൽ കൊണ്ട് ദൈവപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ആവരണങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രിക്കാൽ ഞങ്ങളോട് സംസാരിച്ചല്ലോ. പരിജ്ഞാനത്താൽ കവിയുന്ന കർത്താവ് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നതായ വിലയേറിയ ആവരണങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രികാലം ഞങ്ങളോട് നീ ഇടപെട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, കർത്താവ് അപ്പോസ്തലീയ പ്രമാണപ്രകാരം ജീവിച്ചുകൊണ്ട് ഉപദേശപ്രകാരം ജീവിച്ചുകൊണ്ട് രക്ഷ കരസ്ഥമാക്കി ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശ്വാസത്തിൽ വിശുദ്ധിയിൽ സമരരായി കാണപ്പെടുവാൻ വിശുദ്ധിയോട് നിർമ്മലതയോട് ജീവിതം ചെയ്ത് കർത്താവേ വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മല കാന്തിയായി കാണപ്പെടുവാൻ ഗുണം എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനോഹരമായൊരു കർത്താവ് സ്ഥലം ഒരുക്കി ഞങ്ങളുടെ കർത്താവ് യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നല്ലോ. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് പ്രത്യക്ഷതയിൽ നിർമ്മല കാന്തിയായി കർത്താവ് ധരിക്കേണ്ട ആഭരണങ്ങളെ ധരിച്ചുകൊണ്ട് കർത്താവ് വിലയേറിയ വസ്ത്രങ്ങളെ ധരിച്ചുകൊണ്ട് ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ച് കർത്താവ് ജയത്തോടെ ജീവിച്ച് കർത്താവ് വേഗമെന്ന് യേശു വരവിൽ കാണപ്പെടുവാൻ ഗുണം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കി ചെയ്യണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭ ദിവസം തന്നെ കർത്താവിന്റെ ആ ദിവ്യമായിട്ടുള്ള ആലോചന ഞങ്ങളെ അറിയിച്ചുകൊണ്ട് സ്തോത്രം. ദേശത്തോട് ഇടപെട്ടതിനായി സ്തുതിക്കുന്നു. ഈ വചനം കേട്ടവരിൽ ആരെങ്കിലും അനുഭവം പ്രാപിക്കത്തിലുണ്ടെങ്കിൽ അവരോട് ദൈവത്തിൽ ആത്മാവ് വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. ഈ വചനമാർക്കും ശിക്ഷാവധിക്ക് കാരണമായി തീരരുത് കർത്താവേ. നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ എല്ലാവരെയും ഒരുക്കി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വചനം സംസാരിപ്പാൻ പ്രിയദാസന്മാർ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇനിയും ആയിരങ്ങൾക്ക് പ്രയോജനമാക്കി തീർക്കട്ടെ. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with each and every one of us until Jesus appears in all his glory. Amen. Hallelujah. God bless you all.